നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാ ലീഗയിൽ ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ്. ബാഴ്സലോണക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനും ഒന്നാം സ്ഥാനം പിടിക്കാനുള്ള പോര്. രണ്ട് ടീമിനും ഒരേ പോയിന്റുകളാണ്. പക്ഷെ ബാഴ്സക്ക് ഗോൾ ഡിഫറൻസിൻ്റെ ആനുകൂല്യത്തിൽ ഒന്നാം സ്ഥാനമുണ്ട്. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അഡ്വാൻറ്റേജ് അവരൊരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത് എന്നതാണ്. ബാഴ്സ എങ്ങാനും ഈ കളിയിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ അതവർക്ക് വലിയ തിരിച്ചടിയാവും. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡിന് പോയിന്റ് ഡ്രോപ്പ് ചെയ്താലും ഒരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് അഡ്വാൻറ്റേജ് പൂർണ്ണമായും കൈവിട്ടു പോകും എന്നും പറയാനും പറ്റില്ല. അപ്പോൾ ചുരുക്കത്തിൽ ബാഴ്സക്കാണ് ഇന്ന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം എന്ന് പറയേണ്ടി വരും. രാത്രി ഇന്ത്യൻ സമയം 1:30 ബാഴ്സലോണയുടെ മൈതാനത്താണ് ഈ കളി നടക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് ഹൻസി ഫ്ലിക്ക് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ കളിയുടെ ഒരു രീതി എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒട്ടും എളുപ്പമാവില്ല കളി എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ ടഫായിട്ടുള്ളൊരു പോരാട്ടമായിരിക്കും. ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് വളരെ യങ് ടീമാണ്. പക്ഷേ ഈഗർ ടു ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഈഗറായിട്ട് നിൽക്കുന്ന ടീമും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം നല്ല രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന പോലെ അത്ലറ്റിക്കോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോളുകൾ എൻഡ് ഓഫ് ദി ഗെയിമിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ ഗോളുകൾ നേടുന്ന ടീമാണ്. സോ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. സോ വി ഹാവ് ടു ബി അറ്റ് അവർ 100% ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. തുടക്കം മുതൽ ഒടുക്കം വരെ 100% കളിക്കളത്തിൽ സമർപ്പിച്ച് കളിച്ചെങ്കിലേ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് തന്നെ കോച്ച് പറഞ്ഞ ഒരു ടഫ് മാച്ച് ആയിരിക്കുമെന്ന് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. കളിയുടെ അവസാന ഘട്ടത്തിൽ അവർ ഒരുപാട് ഗോളുകൾ അടിക്കുന്നുണ്ട്. സോ ഫ്രം ദി സ്റ്റാർട്ട് ഇറ്റ് സെൽഫ് മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ പണി വാളും എന്ന് തന്നെ ഫ്ലിക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.